എൻ്റെ പേര് അശ്വതി. തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് എൻ്റെ സ്വദേശം. ഞാൻ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. അച്ഛൻ, അമ്മ, ഞാൻ അനിയത്തി. ഇപ്പം അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്, അമ്മ ഹൗസ് വൈഫാണ്, പിന്നെ ഞാൻ അനിയത്തി. നമ്മൾ കുഞ്ഞിലെ മുതലേ പ്രോഗ്രാംസിനൊക്കെ പോകുമായിരുന്നു, അമ്പലത്തിലൊക്കെ പ്രോഗ്രാമിന് പോവും. നമ്മൾ സ്കൂൾ ലൈഫൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കൂടെ അപ്പൂപ്പനും ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് അപ്പൂപ്പൻ മരണപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും അനിയത്തൊക്കെ ഏഷ്യനെറ്റിൽ വർക്ക് ചെയ്യാൻ പോയി. ഏഷ്യനെറ്റിൽ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസായിരുന്നു ഞാനും അനിയത്തിയും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ അങ്ങനെ അധികം സ്കൂളിൽ പോയിട്ടില്ല. എന്നെ അവിടെ ആരും അങ്ങനെ അധികം കണ്ടിട്ടില്ല. കാരണം ഏഷ്യനെറ്റിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉടനെ എറണാകുളം ഷൂട്ടിന് പോകും. ആർപ്പോർന്ന് എന്ന് പറഞ്ഞിട്ട് കൈരളിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. അഥവാ വല്ലപ്പോഴും സ്കൂളിൽ ചെല്ലുമ്പോഴും എല്ലാവരും എന്നെ മാവേലി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ITI ഫാഷൻ ഡിസൈനിങ്. അത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പോയതല്ല. ഇതിനിടയ്ക്കാണെങ്കിലും എനിക്ക് ഈ കല്യാണ ആലോചനകളൊക്കെ വന്ന്, അപ്പം അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയത്. അവിടെ പഠിക്കാൻ പോയ ടൈം മുതലാണ് എനിക്ക് ഹെയർ പോയി തുടങ്ങിയത്. എനിക്ക് കുഞ്ഞിലെ മുതലേ ഇങ്ങനെ എന്താ പറയാൻ ഒരു സർക്കിൾ ഷേപ്പിന് ഹെയർ പോവുമായിരുന്നു. പക്ഷെ അത് കാര്യമാക്കിയില്ല, കാരണം അത് പോയിട്ട് വീണ്ടും വരും. അതുകൊണ്ട് കാര്യമാക്കില്ല. പിന്നെ എനിക്ക് 21 വയസ്സായ സമയം മുതലാണ് ഒത്തിരി ആയിട്ട് ഹെയർ പോകാൻ തുടങ്ങിയത്. ശരിക്കും മുടിയുണ്ടായിരുന്നു. ഡാൻസ് കളിക്കുമ്പോഴൊക്കെ അത് കെട്ടാൻ ഭയങ്കര ഇതായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ് കളിച്ചോണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ കെട്ടാൻ പാടായതുകൊണ്ട് നിങ്ങൾ തലമുടി സെറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് തലമുടി സെറ്റ് ചെയ്തതിന് ശേഷം ആണ് ഈ തൊഴിയാൻ തുടങ്ങിയത്. അത് നമുക്കറിയില്ലായിരുന്നു. അപ്പൊ എല്ലാരും ഇപ്പോഴും വിചാരിച്ചു വെച്ചേക്കുന്ന ഈ ഹെയർ സ്മൂത്ത് ചെയ്തത് കൊണ്ടും എന്റെ ഹെയർ ഫുള്ള് പോയി എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല, അതെന്റെ ഒരു ചെറിയൊരു കുരുത്തക്കേടായിരുന്നു. പിന്നെ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി, പല ആയുർവേദവും അലോപ്പതിയും മറ്റു എല്ലാ ചികിത്സകളും നടത്തിയിട്ട് ചെറിയ വെളുത്ത മുടികൾ വരിക, വീണ്ടും പൊഴിഞ്ഞു പോവുക. പിന്നെ അതിനുശേഷം പിന്നെ ചികിത്സയൊന്നും നടത്തിയിട്ടില്ല. സാമ്പത്തിക ടൈറ്റും കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ ഞാൻ ജസ്റ്റ് കുളിച്ചിട്ട് വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഒത്തിരി ഹെയർ കയ്യിൽ വരുമായിരുന്നു. അപ്പൊ പിന്നെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ഞാൻ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ പോയി. അവിടെ പിന്നെ തലയിൽ ഷോൾ ഇട്ടിട്ട് പോവായിരുന്നു. അപ്പൊ പിന്നെ കുറെ പേരൊക്കെ വിചാരിച്ചു ഞാൻ എന്തോ മുസ്ലിം കൊച്ചാണെന്ന് വിചാരിച്ചു, കാരണം തട്ടം ഇട്ടിട്ടാണ് പൊക്കോണ്ടിരുന്നത്. പിന്നെ ആയപ്പോ ഫുള്ള് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് വരുമ്പോഴേ ഒത്തിരി ഹെയർ ടവലിലും കയ്യിലും ഒക്കെ വരുമായിരുന്നു. പിന്നെ ഈ നമ്മൾ ഈ കുഞ്ഞു ബേബീസിനൊക്കെ വാങ്ങി കൊടുക്കുന്ന ഒരു പാവ ഉണ്ടല്ലോ, അതിന് ചുറ്റിനും മാത്രമല്ലേ ഹെയർ ഉള്ളൂ, അതുപോലെ ആയി എൻ്റെ തലയില് ചുറ്റിന് മാത്രം. അതെനിക്ക് എന്തോ അത് ഒട്ടും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പുറത്തിറങ്ങാനോ അങ്ങനെ ഒന്നും തോന്നിയില്ല. അങ്ങനെ ഇവർക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളോടെ അത് കാണിക്കില്ല. നമ്മളെ കാണിക്കാൻ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും സങ്കടം വരുമല്ലോ എന്ന് വെച്ചോണ്ട് അവളത് മെയിൻറ്റെയിൻസ് ചെയ്ത്. അപ്പൊ അത്ര മുടി ഉണ്ടായിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇത്രയായിട്ട് തലയിൽ ഇരുന്നിട്ട് എന്തിനാന്ന് വിചാരിച്ച് ഞാൻ തന്നെ അത് ഫുള്ള് എടുത്ത് കളഞ്ഞു. പിന്നെ കുറെ നാളൊന്നും പുറത്തിറങ്ങിയില്ല. എന്നെ ഇവിടെ ആരും കണ്ടിട്ടോലും ഇല്ല. കുറെ നാള് വീട്ടിനകത്തായിരുന്നു. പിന്നെ എൻ്റെ അനിയത്തിയാണ് എനിക്ക് എല്ലാത്തിനും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും അവൾ എൻ്റെ അനിയത്തിയാണേലും എൻ്റെ ഒരു ചേച്ചീനെ പോലെയാണ് അവൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് എല്ലാ കാര്യത്തിനും. അത് ഇതുവരെ അങ്ങനെയായിരുന്നു. എനിക്ക് എന്ത് കാര്യം വന്നാലും എനിക്ക് അവളുടെ അടുത്ത് പോയി പറയാം ഓപ്പൺ ആയിട്ട്. പക്ഷെ ഇപ്പം ഈ ഒരു നിമിഷം അവള് ഇല്ല. കഴിഞ്ഞ ജൂൺ 13 അവള് സൂയിസൈഡ് ചെയ്തു. അപ്പൊ അവൾ എൻ്റെ കൂടെ ഇല്ല. എനിക്കിപ്പോ എൻ്റെ മുടി പോയതിനേക്കാളും എനിക്ക് ഒത്തിരി വിഷമം അവള് പോയതാ. കാരണം എനിക്ക് എന്തുണ്ടേലും ഓപ്പൺ ആയിട്ട് ചെന്ന് പറയാൻ പറ്റിയ ഒരാൾ അവളായിരുന്നു. പിന്നെ ഈ തലമുടി പൊടിക്കാതെ പിന്നെ അവൾക്കത് മനസ്സിലായി, ഇനിയിപ്പോ ഇത് ഇങ്ങനെ കാണൂല. ഇല്ല അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പൊ അവര് ഡോക്ടർ പറഞ്ഞു എന്തോ ഈ 100-ൽ ഒരാൾക്ക് വരുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്ന ഇത് അലോപേഷ്യ ആണ്. അല്ലാതെ ഇവിടെ ഉള്ളവര് ഇപ്പോഴും വിചാരിച്ചു വെച്ചേക്കുന്നത് ഞാൻ ഈ ഏഷ്യനെറ്റിൽ പ്രോഗ്രാമിന് പോയി അവിടുത്തെ എന്തോ മേക്കപ്പ് കെമിക്കൽ എന്തൊക്കെ ഹെയറിൽ യൂസ് ചെയ്തത് കൊണ്ട് ഹെയർ പോയതാണ്
എന്നൊക്കെയാണ് ഇവിടെ ഒത്തിരി പേരുടെ വിചാരം. പിന്നെ കുറച്ചേരം വിചാരിച്ചു വെച്ചേക്കുന്നത് എനിക്ക് തൈറോയിഡ് വന്നു അതിന്റെ പേരിൽ പോയി എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് അതൊന്നും അല്ല, അലോപേഷ്യ ആണ് സംഭവം. ഇത് അലോപേഷ്യ ഏറിയറ്റ, അലോപേഷ്യ ടോട്ടാലിസ്, അങ്ങനെ എന്തൊക്കെയോ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൽ എനിക്ക് അലോപേഷ്യ ടോട്ടാലിസ് ആണ്. ഫുള്ളി ഹെയർ ലോസ് ആണ്, ബോഡി ഫുള്ളി ഹെയർ ലോസ് ആണ്. ഇപ്പൊ എനിക്ക് പുരുകം, കൺപീലി ഒന്നുമില്ല. ഇപ്പൊ ചെറുതായിട്ട് എനിക്ക് കൺപീലിയും പുരുകവും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ എന്നെ ഒത്തിരി പേര് കളിയാക്കാറുണ്ട്. കാരണം ഈ മുഖം കഴുകി കളഞ്ഞാലുള്ള സൗന്ദര്യം നിനക്ക് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒത്തിരി കളിയാക്കാറുണ്ട്. എന്നെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറൊന്നുമില്ല. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു ഷോക്ക് കിട്ടിയെന്ന് പറഞ്ഞാല് എന്റെ കല്യാണമാണ്. ലവ് മാരേജ് ഒന്നുമല്ല, അറേഞ്ച് മാരേജ് ആണ്. എന്റെ സീനിയർ ആയിരുന്നു. അപ്പൊ ഇങ്ങോട്ട് പ്രൊപ്പോസൽ വന്നതാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഈ പ്രോഗ്രാം ചെയ്ത് നടക്കുന്നത് കൊണ്ട് ഈ കല്യാണം അതിനോടൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് പുള്ളിക്കാരനോട്, എനിക്ക് മാരേജിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന്. അപ്പൊ പറഞ്ഞില്ല, കുഴപ്പമില്ല, നോക്കാം. അങ്ങനെ പിന്നെ വീട്ടുകാരോടൊക്കെ വന്ന് സംസാരിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു, ഞാൻ ആ ടൈമിൽ എനിക്ക് ഹെയർ ഇല്ല, ഹെയർ പോയിരിക്കുന്ന ടൈമാണ്. അപ്പൊ എല്ലാരും പറഞ്ഞു, ഇതിപ്പോ എല്ലാം അറിഞ്ഞു വന്നതല്ലേ, കൊറോണ ടൈമിലായിരുന്നു കല്യാണം, അതുകൊണ്ട് അധികം ആരെയും വിളിക്കാനൊന്നും പറ്റിയില്ല. ആദ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ഒരു 5-6 മാസമൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നെ അങ്ങനെ മുടിയില്ലാത്തതിന്റെ പേരിൽ വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അപ്പോഴാണ് പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് അറിയാൻ തുടങ്ങിയത്. എനിക്ക് ഹെയർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്നൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ 2ാമത്തെ പ്രഗ്നന്റ് ആയ ടൈമിലാണ് പുള്ളിക്കാരൻ പുറത്തു പോയത്. അപ്പൊ പോയതിനു ശേഷം പിന്നെ വിവരമൊന്നുമില്ല, എന്റെയോ എന്റെ മക്കളുടെ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ആ ടൈമിൽ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അച്ഛന് ജോലിയില്ല, അമ്മയ്ക്ക് ജോലിയില്ല, ഞാൻ പ്രോഗ്രാമിനൊന്നും പോകുന്നില്ല, കാരണം സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് നിൽക്കുക. അനിയത്തി മാത്രം ജസ്റ്റ് പ്രോഗ്രാമിന് പോകും, അത് ഡെയിലി പ്രോഗ്രാം ഒന്നുമില്ല. അപ്പൊ അവളാ എന്റെ മക്കളുടെ കാര്യം എല്ലാം നോക്കിയത്. അപ്പൊ 2ാമത്തെ കുഞ്ഞ് പെട്ടെന്നായത് കൊണ്ട് മൂത്ത ആൾക്ക് എനിക്ക് അങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റിയില്ല, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവൾക്ക് ഈ ലാക്ടോജനൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് വാങ്ങാനുള്ള പൈസ പോലും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞാൻ 1 രൂപയ്ക്ക് വരെ ഞാൻ കെഞ്ചിയിട്ടുണ്ട്, അത്രയ്ക്കും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾക്ക് അച്ഛനില്ലാത്തതും എനിക്ക് ഹസ്ബൻഡ് ഇല്ലാത്തതും വലിയൊരു പോരായ്മ തന്നെയാണ്. കാരണം ഞാൻ സമൂഹത്തിൽ ഇറങ്ങുന്ന ടൈമിൽ എന്നെ ഓരോരുത്തരും നോക്കുന്നത് വേറൊരു രീതിയിലാണ്. അതൊന്നും എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ ലൈഫാണ്, മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. പിന്നെ എനിക്ക് പുറത്തൊക്കെ എന്റെ മക്കളെയും കൊണ്ട് പോകുന്ന ടൈമിൽ മറ്റുള്ളവര് അച്ഛനും അമ്മയും മക്കളും ആയിട്ടൊക്കെ നിന്ന് എൻജോയ് ചെയ്യുമ്പോൾ എന്റെ മക്കളുടെ കൂടെ അച്ഛനില്ലല്ലോ എന്നോർത്ത് എനിക്ക് വിഷമം തോന്നാറുണ്ട്. പിന്നെ എനിക്ക് 2 പീക്രീസ് ഉണ്ട്. ഞാൻ അവരെ പീക്രീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവരുടെ വീട്ടിൽ പേര് യാമി വൈദ്യ എന്നാണ്. മൂത്താളുടെ പേര് ആദ്യ, 2ാമത്തെ ആളുടെ പേര് വേദ്യ. അപ്പോ അവരിനി മൂത്താളിനി LKG, 2ാമത്തെ ആള് pre-KG. അപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അമ്മയുടെ മുടി എന്തിയേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയാം, അത് അമ്പൊറ്റി കൊണ്ടുപോയി എന്ന് പറയുമ്പോ അവര് അമ്പലത്തിൽ പോകുമ്പോ പ്രാർത്ഥിക്കാറുണ്ട്, അമ്പൊറ്റി അമ്മയ്ക്ക് മുടി കൊടുക്കണേ, അങ്ങനെയൊക്കെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ 2 പീക്രീസിനും ബേസ് മുതലേ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ്. അപ്പൊ അതിന് എന്നെ കൊണ്ട് പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. കാരണം ഈ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ എവിടെയെങ്കിലും എത്താൻ പറ്റത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിലപാട്. പിന്നെ അവര് 2 പേരും പറയും, ഇളയാള് പറയും അവൾക്ക് ഡോക്ടർ ആകണം എന്ന് പറയും, മൂത്ത ആൾക്ക് പോലീസ് ആകണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് എന്തോ ആകുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അതിനെ കാട്ടിലും എനിക്ക് ബെറ്റർ ആയിട്ട് അവരെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നുണ്ട്. അത് നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഈ 2 പിള്ളേരെ വളർത്തണം, അവരെ പഠിപ്പിക്കണം, അവർക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കണം. അതിന് എവിടെ കൊണ്ട് കഴിയുമോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എനിക്കിപ്പോ അത് ഓർക്കുമ്പോ എന്നും അതൊരു വിഷമമാണ്. ഞാൻ ഇപ്പൊ ജോലിക്ക് പോകുന്നത് വെള്ളയമ്പലം സീതാക്കിലാണ്. അവിടെ എല്ലാ സെക്ഷനിലും ടവൽ കൊടുക്കണം. അവിടെ ഈ കമ്പ്യൂട്ടർ, കീബോർഡ് അതിലൊക്കെയാണ് ഈ കുഞ്ഞു കുഞ്ഞു ടവൽ ഇടുന്നത്. പിന്നെ ചെയറിലിടുന്ന ലാർജ് ടവൽ ഉണ്ട്. പിന്നെ അവിടുത്തെ സാറിന്റെ ഒക്കെ യൂണിഫോം ഉണ്ട്. പിന്നെ ഗസ്റ്റ് ഹൗസിലെ ബെഡ്ഷീറ്റ്, അങ്ങനെ. അപ്പൊ ഇതെല്ലാം തിങ്കളാഴ്ചയാണ് പോകുന്നത്. തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് പോവും. അവിടുന്ന് അവിടെ ഉള്ളത് കൊടുത്തിട്ട് അവിടുന്ന് വാഷ് ചെയ്യാനുള്ളത് എടുത്തിട്ട് വരും. ഞാൻ അവിടെ പോയി തുടങ്ങിയ ടൈമിൽ എല്ലാരും ചോദിക്കായിരുന്നു, ഇത് എന്ത് പറ്റി, ഹെയർ എന്താ ഇങ്ങനെ, ഇനി ക്യാൻസർ എന്തേലും ആണോ, അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഹെയർ പോയത് ഇനി ക്യാൻസറിന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ. പിന്നെ എനിക്ക് ജോലി ചെയ്യുന്ന ചേച്ചിയാണേലും എൻ്റെ അടുത്ത്, മീൻസ് കുഞ്ഞിലെ മുതലേ അറിയാന്നുള്ള ചേച്ചിയാണ്. അപ്പൊ എൻ്റെ അടുത്ത് അങ്ങനെയല്ല നിൽക്കുന്നത്,
ഒരു അമ്മേനെ പോലെയാണ്. അവള് ജോലി ചെയ്യുന്നതാണെങ്കിലും എൻ്റെ ലോണ്ടറി സർവീസിലാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, എന്നാൽ അവിടെ വാ മോളെ എന്ന് പറഞ്ഞാൽ അവിടെ ലോണ്ടറി ഇടാം. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസം പോയാൽ മതി, അത് കഴിഞ്ഞ് വീട്ടിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അങ്ങനെ അതിലൊക്കെ നല്ല ഭംഗിയായിട്ട് അവൾ ചെയ്യാറുണ്ട്. എല്ലാം നീറ്റാണ്, വർക്കെല്ലാം നീറ്റാണ്. കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്യാറുണ്ട്. എനിക്കിപ്പോ എന്റെ അനിയത്തിയുടെ അടുത്ത് എന്തും ചെന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഓടിപ്പോയി. ഇപ്പൊ എനിക്ക് വിഷമമുള്ള കാര്യമാണേലും സന്തോഷമുള്ള കാര്യമാണേലും എനിക്ക് എല്ലാം പെട്ടെന്ന് എനിക്ക് ഓടിപ്പോയി പറയാൻ പറ്റും. മാക്സിമം എന്നെ കൊണ്ട് എൻ്റെ കുടുംബത്തെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ അവളെ അവിടെ നിന്നും ആ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും ഞങ്ങൾ ഹെൽപ്പ് ചെയ്തു. ഇനി ഞാൻ എത്ര വലിയ ഉയരങ്ങളിൽ എത്തിയാലും എനിക്ക് ആ ചേച്ചി തന്ന സപ്പോർട്ടും സ്നേഹവും ഒന്നും ഞാൻ മറക്കത്തില്ല. ചേച്ചിയോടും ചേട്ടനോടും എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയുണ്ട്. ഞാൻ ഈ സീഡാക്കിന്ന് കൊണ്ടുവരുന്ന തുണികൾ കഴുകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി വല്ല തോട്ടിലോ അവിടെ എവിടെയെങ്കിലൊക്കെ കൊണ്ടിട്ട് കഴുകുന്നു എന്നാണ് വിചാരിക്കുന്നെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ചെറിയൊരു പ്ലാന്റേഷൻ ആണ്. വാഷിംഗ് മെഷീനിലാണ് കഴുകുന്നത്. ഒത്തിരി നല്ല നീറ്റ് ക്ലീൻ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇത് ജോലിയാണല്ലോ. അപ്പൊ ഒത്തിരി പേർക്ക് ഇതൊക്കെ ചിലപ്പോൾ ഒരു നാണക്കേടായിരിക്കും ഈ ലോണ്ടറിക്ക് പോകുന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെയാണ് ഞാൻ എൻ്റെ മക്കളെ അച്ഛനും അമ്മയൊക്കെ നോക്കുന്നത്. എൻ്റെ കുഞ്ഞിലത്തെ വീട് ഇതായിരുന്നില്ല, നല്ല കുഞ്ഞു വീടായിരുന്നു. അപ്പൊ ഞാൻ 10ാം ക്ലാസ് മുതലാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ആ ടൈം മുതൽ ഈ വീട് ഇങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുവരെ എത്തിക്കാനേ പറ്റുള്ളൂ, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. 10-12-15 കൊല്ലം ഇത് വെച്ചിട്ട് അതിനെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ചോർന്നൊലിക്കുന്നുണ്ട്. പിന്നെ എനിക്കും എൻ്റെ അനിയത്തിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് ഈ വീടൊക്കെ സൂപ്പർ ആക്കണമെന്ന്. പക്ഷെ ഇതുവരെ നടന്നില്ല. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അവരെപ്പോഴും ചോദിക്കും, അവർക്ക് ഈ വീട് ഒട്ടും ഇഷ്ടമല്ല, അവർക്ക് ഈ പെയിന്റ് അടിച്ച വീടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അവരെപ്പോഴും പറയും, അമ്മ നമുക്ക് വേറെ വീട് വേണം, അല്ലെ വീട്ടിൽ പെയിന്റ് അടിക്കണം, അല്ലെങ്കിൽ വേറെ വീട്ടിൽ പോവാം എന്നൊക്കെ പറയും. പക്ഷെ ഇതുവരെ അതിനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടെയിലൊക്കെ ഇട്ട് അത് എന്നോട് വന്ന് പറയും, ബിന്ദുമ്മേ ഞങ്ങൾക്ക് ബിന്ദുമ്മേന്റെ വീട് പോലത്തെ വീട് വേണം എന്ന് പറയാറുണ്ട്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം എന്നൊന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് മീൻസ് എങ്ങനെ അതിലോട്ട് എത്തിപ്പെടണം എന്ന് ഒരു ഗൈഡ് തരാൻ അങ്ങനത്തെ ഒരു ആൾക്കാരൊന്നും എനിക്ക് ചുറ്റിനൊന്നുമില്ല. പക്ഷെ എനിക്ക് വേറൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിന്ന് എനിക്ക് എൻ്റെ മക്കളെയും അച്ഛനും അമ്മേനെയൊക്കെ നന്നായിട്ട് നോക്കണം എന്നുണ്ട്. മറ്റുള്ള മുന്നിൽ അവള് ചിരിച്ച് ഇത്രയും ഇതിൽ നിൽക്കുമ്പോഴും അവൾ എത്രത്തോളം അവളെ ഉള്ളിൽ വേദനയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അവസ്ഥ അവള് ഒരുപാട് മാറി. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിന്റെ ID ഇറ്റ്സ് മീ അശ്വതി എന്നാണ്. അതിൽ ഒത്തിരി പേര് എനിക്ക് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമന്റ്സ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. എന്തായാലും അതിലെനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഒത്തിരി പേര് ഇൻസ്പയർ ആവുന്നുണ്ടല്ലോ, അത് തന്നെ ഒത്തിരി വലിയ കാര്യമാണ്. എനിക്ക് ഡാൻസ് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ റീൽസ് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഞാൻ ഈ റീൽസ് തുടങ്ങിയ ടൈമിൽ എനിക്ക് ഒത്തിരി മെസ്സേജസ് വരുമായിരുന്നു. കാരണം അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ പോലെ ഒത്തിരി ആൾക്കാർ ചുറ്റിനും ഉണ്ടെന്ന്. അപ്പൊ എനിക്കുള്ളൊരു ഗട്ട്സ് അവർക്കില്ല എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് ഹെയർ ഇല്ലാതെ പുറത്തു പോകുന്നത്, ആൾക്കാർ അതും ഇതും പറയത്തില്ലേ എന്നൊക്കെ. പക്ഷെ ഞാനെന്ന് പറഞ്ഞാല് ഈ മറ്റുള്ളവർ പറയുന്നത് കേട്ടിങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാളൊന്നുമല്ല. ഒരു നെവർ മൈൻഡ് ആയിട്ടുള്ള ഒരാളാ. കാരണം മറ്റുള്ളവരുടെ ലൈഫ് അല്ലല്ലോ എൻ്റെ ലൈഫ്. അപ്പൊ ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഹാപ്പിനെസ് എന്താണോ അതാണ് എനിക്ക് വലുത്. അശ്വതി അനുഭവിക്കാനുള്ളത് മൊത്തം അനുഭവിച്ചു. പിന്നെ അവൾക്ക് 2 കുട്ടികളെയും കൊണ്ട് നല്ലതായിട്ട് അവൾക്ക് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അവൾക്ക് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾക്ക് ഇനി തൻ്റെ ഇടമായിട്ട് അവൾക്ക് ജീവിച്ചു പോവാന്നുള്ളൊരിത് തൻ്റെ അവൾക്കുണ്ട്. ഞാൻ ഈ മുടി പോയ സമയത്ത് പുറത്തിറങ്ങാതിരുന്ന ഒരു ടൈമുണ്ട്. ഒത്തിരി നാള് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന് ചേച്ചിയും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കണ്ണൻ, അവരൊക്കെയാണ് എന്നെ ഓരോന്ന് പറഞ്ഞത്. നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ചക്കര. എന്നെ വീട്ടിൽ വിളിക്കുന്നത് ചക്കര എന്നാണ്, അതുകൊണ്ട് ഇവിടെ എല്ലാരും എന്നെ ചക്കര എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ചക്കര, ലൈഫ് ഒന്നേ ഉള്ളൂ, ജീവിതത്തിൽ ഒളിക്കാൻ തുടങ്ങിയാൽ ഒളിച്ച് ജീവിക്കാനേ പറ്റൂ, പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് എന്നെ പോലെ ഈ ഹെയർ പോകുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ജസ്റ്റ് കുറച്ച് മുടി പോയതിന്റെ പേരില് ഒതുങ്ങിക്കൂടാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനോ ഒന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല. കാരണം
ലൈഫ് ഒന്നേ ഉള്ളൂ. നമ്മളെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുമ്പോൾ അതിൽ നിന്ന് പിടിച്ച് കയറാൻ നോക്കണം. പിന്നെ നമുക്ക് ബാക്കിലോട്ട് നോക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ എങ്ങനെ ജയിക്കാം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അത് അതിജീവിക്കുക. അതാണ് ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ ഒത്തിരി ഡിപ്രഷൻ അടിച്ചോ അല്ലെങ്കിൽ വിഷമിച്ചോ ഇരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യുക. അത് സങ്കടമുള്ള കാര്യമാണേലും സന്തോഷമുള്ള കാര്യമാണേലും എന്താണേലും അത് അതിജീവിക്കുക. എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.